नमस्ते बच्चों, कैसे हो सब लोग? ठीक है ना? मैं भी ठीक हूँ। तो आज हमें एक नया पाठ शुरू करना चाहिए। तो वह एक कहानी है। इस कहानी का नाम है क्या है? दोस्त की अचिकन। क्या है? दोस्त की अचिकन, അതായത് സുഹൃത്തിൻ്റെ കോട്ട്. അജിക്കൻ क्या है? അജിക്കൻ മാനെ കോട്ട്. അജിക്കൻ കോട്ട്. ദോസ്ത് എന്താണ്? ഫ്രണ്ട് അല്ലേ? ദോസ്തിക്ക് അജിക്കൻ എന്ന് വെച്ചാൽ സുഹൃത്തിൻ്റെ കോട്ട് എന്നാണ് അർത്ഥം. एक സ്റ്റോറി है, एक कहानी है. तो നിങ്ങൾ നസ്രുദ്ദീൻ ഹോജയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹോജയുടെ ഒരുപാട് കഥകളുണ്ടല്ലേ? അദ്ദേഹം മറ്റുള്ളവരെ പറ്റിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ബാലരമ, ബാലഭൂമി ഇങ്ങനെയുള്ള പങ്ക്തികളിലൊക്കെ ഇത് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലൊരു സ്റ്റോറിയാണ്, വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പം നമുക്കിത് തുടങ്ങാം. ടെക്സ്റ്റ് ബുക്ക് में पेज नंबर 14 पाठ 3 दोस्त की अजिकन. तो पहला पैराग्राफ देखो. और इसमें एक चित्र भी है. नसरुद्दीन ഹോജ और उसके दोस्त है यहाँ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. एक बार मुल्ला नसरुद्दीन के पुराने दोस्त जमाल साहब उनसे मिलने आए. अपने पुराने दोस्त से मिलकर वे बड़े खुश हुए. थोड़ी देर गपशप करने के बाद नसरुद्दीन ने कहा, चलो दोस्त, मोहल्ले में घूम कर आते हैं. जमाल साहब बोले, अरे मियाँ, पहले ज़रा कुछ ठंडा तो पिलाइए, फिर चलते हैं. नसरुद्दीन तुरंत जाकर गुलाब का ठंडा शरबत बनाकर ले आए. साथ में खाने के लिए अंगूर का एक गुच्छा भी लाए. यह देखकर जमाल साहब खुश हो गए. शरबत का गिलास हाथ में पकड़ाते हुए सारा शरबत जमाल साहब की अचिकन पर छलक गया. वे आग बबूला हो गए और बोले, मेरी अचिकन खराब हो गई, अब इसे पहनकर मैं लोगों से नहीं मिल सकता. तो ये है പാരഗ്രാഫ്. അപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നുള്ളത്? പതുക്കെ നമ്മൾ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് സ്റ്റോറി മനസ്സിലാകും. നമുക്കിവിടെ एक्सप्लेन ചെയ്യാം. एक बार मुल्ला नसरुद्दीन के पुराने दोस्त जमाल साहब उनसे मिलने आए. एक बार എന്ന് വെച്ചാൽ ഒരിക്കൽ. ഒരിക്കൽ മുല്ല നസ്രുദ്ദീൻ के पुराने दोस्त, മുല്ല നസ്രുദ്ദീൻ്റെ പുരാന മാനെ ശബ്ദാർത്ഥാണ്. എഴുതിയെടുക്കുക, നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ശബ്ദാർത്ഥ് പുരാന ओल्ड पഴയത് ओल्ड. पुराना दोस्त क्या है? सबको पता है. दोस्त माने फ्रेंड. दोस्त क्या है? फ्रेंड. എല്ലാവർക്കും അറിയില്ലേ ദോസ്ത് എന്താണെന്ന്? ദോസ്ത് ഫ്രണ്ട് ആണ്. दोस्त फ्रेंड. तो दोस्त का ऑपोजिट क्या है? विलोम शब्द शत्रु. दोस्त शत्रु. ओके, मित्र शत्रु ऐसा. जमाल साहब उनसे मिलने आए. तो नसरुद्दीन होजा का दोस्त का नाम क्या है? दोस्त का नाम जमाल साहब. क्या है? जमाल साहब. नसरुद्दीन होजा, मुल्ला नसरुद्दीन के दोस्त का नाम क्या है? जमाल साहब. एक बार मुल्ला नसरुद्दीन के पुराने दोस्त जमाल साहब उनसे मिलने आए. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരിക്കൽ വന്നു. മിൽന മീൻസ് കാണാൻ വേണ്ടിയിട്ട്. अपने पुराने दोस्त से मिलकर वे बड़े खुश हुए. अपने पुराने दोस्त से मिलकर തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ, പുരാനെ ദോസ്ത് ഓൾഡ് ഫ്രണ്ട്, പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ബഡേ ഖുഷ് ഹുയേ. ഖുഷ് ക്യാ ഹെ? ഖുഷ് മാനെ ഹാപ്പി. ഖുഷ് ഖുഷ്മാനെ ഹാപ്പി. HAPPY ഹാപ്പി, സന്തോഷമായി. ഓക്കെ. മിൽക്കർ മാനെ മിൽക്കർ എന്ന് വെച്ചാൽ ടുഗദർ എന്നാണ് മീനിങ്. ഓക്കെ, ടുഗദർ, കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടുമുട്ടിയിട്ട്, രണ്ടുപേരും കൂടെ കൂടിച്ചേറിയല്ലേ കണ്ടുമുട്ടുക. ടുഗദർ മീൻസ് രണ്ടുപേരും കൂടി കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ബഡേ ഖുഷ് ഹുയെ, വളരെയധികം സന്തോഷമായി. थोड़ी देर गपशप करने के बाद नसरुद्दीन ने कहा, थोड़ी देर माने
ലിറ്റിൽ ലേറ്റർ. ധോടി എന്ന് വെച്ചാൽ ലിറ്റിൽ ആണ്, ലിറ്റിൽ കുറച്ച്. ദേർ എന്ന് വെച്ചാൽ ലേറ്റർ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. എന്ത് സംഭവിച്ചു? ഗപ്ഷപ്പ് കർണേ കെ ബാദ് അവർ തമ്മിൽ എന്തുണ്ടായി? ഗപ്ഷപ്പ്. ക്യാ ഹേ ഗപ്ഷപ്പ്? ഗപ്ഷപ്പ്. ഗപ്ഷപ്പ്. ഗപ്ഷപ്പ് മാനെ ചിറ്റ് ചാറ്റ്. ചിറ്റ് ചാറ്റ് അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറയുമല്ലോ. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചു? കെ ബാദ്. ബാദ് മാനെ ആഫ്റ്റർ. നസ്രുദ്ദീനെ കഹ. നസ്രുദ്ദീൻ പറഞ്ഞു, ചലോ ദോസ്ത് മൊഹല്ലെ മേ ഘൂം കർ ആത്തെ ഹേ. വരൂ സുഹൃത്തെ, നമുക്ക് എങ്ങോട്ട് പോകാം? സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി, അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം. മൊഹല്ല. മൊഹല്ല സ്ട്രീറ്റ്. മൊഹല്ല ക്യാ ഹേ? സ്ട്രീറ്റ്. വരൂ സുഹൃത്തെ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് ആ തെരുവിലൊക്കെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചു വരാം. ഘൂം കർ. ഘൂംന ടു റോം അറൗണ്ട്. ഘൂംന. ഘൂംന. ഘൂംന ടു റോം അറൗണ്ട്. ടു റോം അറൗണ്ട്. നോട്ട്ബുക്കിൽ ഇതിൻ്റെ മീനിങ് നിങ്ങൾ എഴുതിയെടുക്കണം. ओके. घूमना क्या है? टू रोम अराउंड. जमाल साहब बोले, अरे मियाँ पहले जरा कुछ ठंडा तो पिलाइए. അല്ലയോ സുഹൃത്തെ, നീ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ തരൂ. തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ തരൂ അല്ലേ? ठंडा കോൾഡ്. ठंडा क्या है? കോൾഡ്. തണുത്തത് എന്തെങ്കിലും, കുറച്ച് തണുത്തത് എന്തെങ്കിലും നീ എനിക്ക് എന്ത് ചെയ്യൂ? ആദ്യം വന്നതല്ലേ സുഹൃത്ത്, വന്ന സമയത്ത് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറയാണ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തോട്ടൊക്കെ പോവാം. അപ്പോൾ സുഹൃത്ത് എന്ത് പറഞ്ഞു? ഞാൻ വന്നതല്ലേ ഉള്ളൂ, നീ എനിക്ക് എന്തെങ്കിലും തണുത്തതൊന്ന് കുടിക്കാൻ താ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. നസ്രുദ്ദീൻ തുരന്ത് ജാക്കർ ഗുലാബ് കാ ഠണ്ടാ ശർബത്ത് ബനാക്കർ ലേ ആയേ. നസ്രുദ്ദീൻ എന്ത് ചെയ്തു? തുരന്ത് ജാക്കർ. തുരന്ത് ഇമ്മീഡിയറ്റ്ലി. ക്യാ ഹേ തുരന്ത്? തുരന്ത് എന്ന് വെച്ചാൽ പെട്ടെന്ന്, സഡൻലി എന്ന് പറയാം. ഫാസ്റ്റ്. തുരന്ത്. ഇമ്മീഡിയറ്റ്ലി, എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നസ്രുദ്ദീൻ തുരന്ത് ജാക്കർ ഗുലാബ് കാ ഠണ്ടാ ശർബത്ത് ബനാക്കർ ലേ ആയേ. ഗുലാബ് എന്ന് വെച്ചാൽ റോസ് ആണ്. ഗുലാബ് ക്യാ ഹേ? റോസ്. ഗുലാബ് റോസ്. ശർബത്ത് എന്താണ്? ശർബത്ത് സിറപ്പ്. സിറപ്പ്. അപ്പോൾ റോസിൻ്റെ ഷർബത്തിൻ്റെ എന്ത് ചെയ്തു? ഷർബത്ത് ഉണ്ടായിക്കൊണ്ട് വന്നു. ഗുലാബ് വെച്ചിട്ടുള്ള, റോസ് വെച്ചിട്ടുള്ള ഷർബത്ത് ഉണ്ടായിക്കൊണ്ട് വന്നു. സാത്ത് മേ ഖാനെ കെ ലിയെ അങ്കൂർ കാ എക് ബുച്ച ഭി ലായേ. അങ്കൂർ ക്യാ ഹേ? അങ്കൂർ തും ലോഗോ കോ പതാ ഹേ. അങ്കൂർ മാനെ ഗ്രേപ്സ്. എന്താണ് അങ്കൂർ? ഗ്രേപ്സ് അറിയാം അല്ലേ എല്ലാവർക്കും? അങ്കൂർ കി എക് ഗുജ്ജ. ഗുജ്ജ എന്താണ്? ഗുജ്ജ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ബഞ്ച്, അതായത് അതിൻ്റെ ഒരു കൂട്ടം. അതായത് ഒരു നമ്മൾ മുന്തിരി എങ്ങനെ എടുക്കുക? ഓരോന്നോരോന്നായിട്ടല്ലല്ലോ എടുക്കുന്നത്. ഒരു ഞെട്ടിൽ എന്തുണ്ടാവും? കുറേ ഉണ്ടാവും അല്ലേ? അപ്പം അത് കൊണ്ടുവന്നു, കുറച്ച് മുന്തിരിയും കൊണ്ടുവന്നു. അപ്പം അങ്കൂർ ഗ്രേപ്സ്. ബഞ്ച്. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് എന്ത് കൊണ്ടുവന്നു? ഗ്രേപ്സ് കൊണ്ടുവന്നു. यह देखकर ജമാൽ സാഹബ് ഖുഷ് ഹോ ഗയേ. ഇത് കണ്ടപ്പോഴത്തേക്കും ജമാൽ സാഹബിന് എന്തായി? വലിയ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ശർബത്ത് കാ ഗിലാസ് ഹാത്ത് മേ പകടാത്തെ ഹുയേ സാരാ ശർബത്ത് ജമാൽ സാഹബ് കി അജിക്കൻ പാർ ചലക് ഗയാ. അപ്പോഴോ ശർബത്ത് അങ്ങോട്ട് ഗ്ലാസ്സിൽ കൊണ്ടുവന്ന ശർബത്ത് സുഹൃത്തിന് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? അത് കയ്യിൽ നിന്ന് മറിഞ്ഞ് ആരുടെ കോട്ടിൽ വീണു? സുഹൃത്തിൻ്റെ, ജമാൽ സാഹബിൻ്റെ കോട്ടിലേക്ക് മറിഞ്ഞു വീണു. അതായത് നമ്മുടെ നസ്രുദ്ദീൻ ഹോജ എന്ത് ചെയ്തു? ക്ലാസ്സിൽ ഇങ്ങനെ ശർബത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് അങ്ങ്
താഴെ വീണു. താഴെ വീണത് ആരുടെ ദേഹത്താണ്? ജമാൽ സാഹബിന്റെ കോട്ടിലാകെ വീണു. കോട്ടാകെ എന്ത് ചെയ്തു? അജിക്കൻ. അജിക്കൻ യഹാ ക്യാ ഹെ? അജിക്കൻ മാനെ കോട്ട്. അജിക്കൻ കോട്ട്. അജിക്കൻ എന്താണ്? കോട്ടാണ്. छलकना, छलकना, छलक गया, छलक गया माने स्पिल्ड. क्या है छलकना? झलकना. സ്പിൽഡ്. സ്പിൽഡ് എന്ന് വെച്ചാൽ തെറിച്ചു വീണു എന്നുള്ള മീനിങ് ആണ്. സ്പിൽഡ് തെറിച്ചു വീഴുക, സ്പിൽഡ്. ഓക്കെ. വേ ആഗ് ബബൂല ഹോഗേ. നോക്കിക്കോ, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആഗ് ബബൂല ഹോന മാനെ ബഹുത് ഗുസ്സ ഹോന. ക്യാ ഹെ? ബഹുത് ഗുസ്സ. ഗുസ്സ മീൻസ് ദേഷ്യം. വളരെയധികം ദേഷ്യമായി. ഇതങ്ങോട്ട് മറിഞ്ഞ് അദ്ദേഹത്തിന്റെ കോട്ടിലാകെ വീണില്ലേ, കോട്ടാകെ ചീത്തയായി. അപ്പത്തേക്കും പുള്ളിക്ക് എന്തായി? ഭയങ്കര ദേഷ്യം വന്നു. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു മേരി അജിക്കൻ ഖരാബ് ഹോ ഗയി. എന്റെ കോട്ട് ഖരാബ്. ഖരാബ് ക്യാ ഹെ? ഖരാബ് മാനെ ബാഡ്. ബാഡ് അതായത് ചീത്തയാവുക. ഖരാബ്. ഖരാബ് बैड चीतियागा. खराब क्या है? बैड चीतियागा. अब इसे पहनकर मैं लोगों से नहीं मिल सकता. ഇനി ഇത് ഈ നനഞ്ഞ കോട്ട് ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ആൾക്കാരെ കാണുക? എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല എന്ന് ആര് പറഞ്ഞു? ജമാൽ സാഹബ് പറഞ്ഞു. അപ്പൊ ഇത്രയും മനസ്സിലായോ? എന്താണ്? एक बार मुल्ला नसरुद्दीन के पुराने दोस्त जमाल साहब उनसे मिलने आए. ഒരിക്കൽ നസ്രുദ്ദീൻ മുല്ല നസ്രുദ്ദീന്റെ സുഹൃത്ത് ജമാൽ സാഹബ് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. അദ്ദേഹം പഴയ സുഹൃത്താണ്. പഴയ സുഹൃത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. अपने पुराने दोस्ते मिलकर वे बड़े खुश हुए. തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ മുല്ല നസ്രുദ്ദീൻ വളരെയധികം സന്തോഷവാനായി. थोड़ी देर गपशप करने के बाद नसरुद्दीन ने कहा चलो दोस्त मोहल्ले में घूम कर आते हैं. കുറച്ചു നേരം സുറവർത്താനമൊക്കെ പറഞ്ഞു. കുറച്ചു വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു? നസ്രുദ്ദീൻ പറഞ്ഞു വരൂ സുഹൃത്തെ, നമുക്ക് ആ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. ആ തെരുവിലൊക്കെ നമുക്കൊന്ന് പോയിട്ട് അവിടേക്ക് ഒന്ന് ചുറ്റി അടിച്ചിട്ട് നമുക്ക് വരാം. ജമാൽ സാഹബ് ബോലെ അരേ മിയാ പെഹ്ലെ ജറാ കുച്ച് ഠണ്ടാ തോ പിലായേ ഫിർ ചൽത്തെ ഹെ. ജമാൽ സാഹബ് പറഞ്ഞു അല്ലയോ സുഹൃത്തെ, എനിക്ക് ആദ്യം നീ കുറച്ച് തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ തരൂ, അതിനുശേഷം നമുക്ക് പുറത്തു പോകാം. नसरुद्दीन तुरंत जाकर गुलाब का ठंडा शरबत बनाकर ले आए. साथ में खाने के लिए अंगूर का एक गुच्छा भी लाए. നസ്രുദ്ദീൻ തന്നെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോവുകയും ഗുലാബിൻ്റെ ശർബത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരികയും കഴിക്കാനായിട്ട് മുന്തിരിയും കൊണ്ടുവന്നു. यह देखकर जमाल साहब खुश हो गए. ഇത് കണ്ടപ്പോൾ ജമാൽ സാഹബ് വളരെയധികം സന്തോഷവാനായി. शरबत का गिलास हाथ में पकड़ाते हुए सारा शरबत जमाल साहब की अचकन पर छलक गया. ഷർബത്തിൻ്റെ ഗ്ലാസ് കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഗ്ലാസ് മറിഞ്ഞ് ജമാൽ സാഹബിൻ്റെ ദേഹത്താകെ വീണു. അദ്ദേഹത്തിൻ്റെ കോട്ട് മൊത്തം നനഞ്ഞു. വേ ആഗ് ബബൂല ഹോ ഗയേ. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചു. ഓർ ബോലെ എന്നിട്ട് പറഞ്ഞു മേരി അജിക്കൻ ഖരാബ് ഹോ ഗയി. എൻ്റെ കോട്ട് ചീത്തയായി. അബ് ഇസെ പഹൻകർ മേ ലോഗോ സെ നഹീ മിൽ സക്ത. ഇനി ഈ കോട്ട് ധരിച്ച് എനിക്ക് മറ്റുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ മീനിങ്സ് ഒന്നും കൂടി പറഞ്ഞുതരാം. അങ്കൂർ ഗ്രേപ്സ്, ഗുജ്ജ ബഞ്ച്, അജ്കൻ കോട്ട്, ഖറാബ് ബാഡ്, പുരാന ഓൾഡ്, ദോസ്ത് ഫ്രണ്ട്, ഖുഷ് ഹാപ്പി, മിൽക്കർ ടുഗദർ, छलकना स्पिल्ड, गपशप चिटचैट, मोहल्ला स्ट्रीट, घूमना टू रोम अराउंड, ठंडा कोल्ड, तुरंत इमीडिएटली, गुलाब रोज, शरबत सिरप. धन्यवाद. बाकी हम अगले क्लास में बढ़ेंगे.